നമുക്ക് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. നാലാം സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാലാം സങ്കീർത്തനം 8 വാക്യങ്ങൾ അടങ്ങിയ ഒരു സങ്കീർത്തനമാണ്. മൂന്നാം സങ്കീർത്തനം പ്രഭാത ഗീതമായിരുന്നെങ്കിൽ നാലാം സങ്കീർത്തനം സന്ധ്യാഗീതമാണ്. അതിൻ്റെ മുകളിൽ തന്ത്രിനാദത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് എന്ന് പ്രത്യേകം അവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവൻ യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് അവരുടെ തലവനായിരുന്നു. 1 ദിനവൃത്താന്തം 15-ന്റെ 19 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് അവരുടെ വിവിധ താളത്തിലും നാദത്തിലും സംഗീതക്കാരെ ദാവീദ് നിയമിക്കുന്ന ചരിത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 15-ന്റെ കണ്ടോ, അവിടെ 2 രാഗങ്ങളെ കുറിച്ച് നമ്മളവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ രാഗമാണ്? അലാമോത്ത് രാഗം, മറ്റൊന്ന് ശെമീനീത്ത് രാഗം. പലവിധ രാഗങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, തന്ത്രിനാദത്തോടെ ദാവീദ് എഴുതിയ മനോഹരമായ സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. വിഭ്രമരാഗത്തിൽ ദാവീദ് സങ്കീർത്തനം എഴുതിയിട്ടുള്ളതായി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ന്റെ 1 മുതൽ 17 മുതൽ 3-ന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് വളരെ മനോഹരമായ ഒരു ഭാഗം തന്ത്രിനാദത്തോടെ എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അത് വായിച്ചേ. അത്തിവർഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം ഉണ്ടാകുകയില്ല. ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. പ്രിയപ്പെട്ടവരെ, മൃഗസമ്പത്തിലല്ല, കാർഷിക സമ്പത്തിലല്ല, പിന്നെയോ ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് ഹബക്കൂക്ക് പ്രഖ്യാപിക്കുകയാണ്. കാർഷിക സമ്പത്തും മൃഗസമ്പത്തും ലോകത്തിലെ സകല നേട്ടങ്ങളും ആമീൻ ഹല്ലേലൂയ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ തീരാത്ത ഒരനുഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ പറയുകയാണ്, എന്തുവാണ്? എന്റെ നീതിയായ ദൈവമേ, അത് വായിച്ചേ.
എന്റെ നീതിയായ ദൈവമേ. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കുമോ? കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമോ? അധികാരികളിൽ നിന്ന് നീതി ലഭിക്കുമോ? ക്രിസ്തീയ സഭകളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമോ? രാജാക്കന്മാരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമോ? അധികാരികളിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമോ? അവിടെയൊക്കെ നീതി നിഷേധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തീയ സഭകളുടെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്ന് പോലും അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്തൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ യേശുവിന് പോലും നീതി ലഭിച്ചില്ല. യേശുവിനെ എത്ര കോടതികളിൽ വിസ്തരിച്ചു? 5 കോടതികളിൽ നമ്മുടെ നാഥനെ വിസ്തരിച്ചു. 5 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. ഹന്നാവിന്റെ കോടതി, കയ്യാഫാവിന്റെ കോടതി, സന്നദ്ധ സംഘം, പീലാത്തോസിന്റെ കോടതി, ഹെരോദോസിന്റെ കോടതി, 5 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. ന്യായാധിപന്മാരെല്ലാം ഒരു കാര്യം വിളിച്ചു പറയുന്നു: ഇവൻ പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ടതിന് പകരം യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ഹന്നാവും കയ്യാഫാവും ആരായിരുന്നു? അന്നത്തെ മഹാപുരോഹിതന്മാരായിരുന്നു, അല്ലെങ്കിൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന മെത്രാപ്പോലിത്തന്മാരായിരുന്നു, അല്ലെങ്കിൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന അത്യുന്നത സ്ഥാനങ്ങളിൽ വാണരുന്നവരായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് പോലും ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് നീതി കിട്ടിയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലെന്ന് നീതി നടത്തുന്ന ന്യായാധിപനെ നീ വിധിയിൽ ചേർക്കരുതേ, പിഴകൾ ഓർക്കരുതേ. അവൻ നീതി നടത്തുന്ന ന്യായാധിപനാണ്. അവൻ നീതിയോട് ന്യായം വിധിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വിധവയായ സ്ത്രീ ന്യായാധിപന്റെ അടുക്കൽ ചെന്നവൾ വീണ്ടും വീണ്ടും മടികൂടാതെ സങ്കടം ബോധിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമീൻ. നീതിയോട് ഉത്തരമരുളുന്ന ദൈവം വേഗത്തിൽ നിനക്കു വേണ്ടി പ്രതിജ്ഞ നടത്തി രക്ഷിക്കുന്ന ദൈവമത്രേ. പക്ഷെ നീ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥനയിട്ടിരിക്കുക. നീതിയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രതിയോഗിയുടെ കയ്യിൽ നിന്നും ഹല്ലേലൂയ അതിവേഗത്തിൽ ഹല്ലേലൂയ തന്നോട് രാമകൾ നിലവിളിക്കുന്നതിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, വൃതന്മാർക്ക് വേണ്ടി അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്? വേഗത്തിൽ പ്രതിജ്ഞ നടത്തി രക്ഷിക്കുന്ന ദൈവമാത്രേ. നിന്റെ പ്രശ്നം എത്ര ഭയങ്കരമായിരുന്നാലും പ്രതിയോഗി നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ട് പെരീര നിന്നെ അവൻ കഠിനമായി ദുഃഖിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. ഏത് പകൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. പെരീരയുടെ നിന്ദകളെ ഉരുട്ടി മാറ്റി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നീതിയോടെ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നാം നീതിമാന്മാരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമീൻ. നാം നീതിമാന്മാരല്ല, പക്ഷേ യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തെ കഴുകി നമ്മെ നീതീകരിക്കുന്ന രക്തമാണ്.
ആ ക്രൂശിലെ രക്തത്തിൽ നമുക്കൊന്ന് അഭയപ്പെടാം പ്രിയരെ. ഈ സങ്കീർത്തനത്തിൽ 4 വിധ ദാനങ്ങളെ പറ്റി അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്? ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ എന്തുവാ? നീ എനിക്ക് ദൈവികമായി ലഭിച്ച ഒരു വിശാലത. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ, ഞാൻ ഇടുക്കത്തിലിരുന്നപ്പോൾ, ആമീൻ ഹല്ലേലൂയ, നീ എന്നെ പ്രാർത്ഥന കേട്ടു, എന്നോട് കൃപ തോന്നി. എന്റെ പ്രാർത്ഥന കേട്ടിട്ട് എനിക്ക് വിശാലത വരുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ, ഇടുക്കത്തിലിരുന്നപ്പോൾ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. അവൻ എന്നെ എവിടെ കൊണ്ടാക്കി? 118 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. അവൻ എന്നെ എവിടെ കൊണ്ടാക്കി? എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. കാട്ടിൽ ആമീൻ കഴിഞ്ഞ ദാവീദിനെ ദൈവം രാജാവാക്കി വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. യെബേസിനെ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ അതിരുകളെ മുഴുവൻ ദൈവം വിശാലപ്പെടുത്തി. എടുത്തോ, അതിനെ ഞാൻ നിങ്ങളത് പറയുന്നത്. 118:5. ഞാൻ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. എന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ് സംസാരിക്കുന്നു. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. യാക്കോബിന്റെ സ്ഥിതി മാറ്റിയ ദൈവം നിന്റെ സ്ഥിതി മാറ്റി, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ഹല്ലേലൂയ. ആനന്ദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ദൈവം സാധ്യതകൾ ഒരുക്കാൻ പോകുകയാ. ദൈവം തന്നെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. യെബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ ഞെരുക്കം മാറ്റി, ഇടുക്കം മാറ്റി, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. അവനൊരു വിശാലത എന്റെ ദൈവം കൊണ്ടുവന്നു. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ തലമുറയുടെ, കുടുംബത്തിന്റെ സ്ഥിതി മാറ്റി നിന്നെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. രണ്ടാമത്തെ ഒരു ഞെരുക്കത്തിൽ ഇരുന്ന, ഇടുക്കത്തിൽ ഇരുന്നവരുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി. രണ്ടാമത് കൃപ തോന്നി. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനമാണ് കൃപ. ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ മീഖൽ ദാവീദിനെ കളിയാക്കുകയാ. എന്തോ പറയുന്നത്? നീ ഇസ്രായേലിലെ രാജാവായിട്ട് ഇങ്ങനെ എന്തോ നിന്നെ തന്നെ മറന്ന് നീ എന്ത് ചെയ്യുവാ? നീ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുക. ദാവീദ് പറയുകയാണ്, കാട്ടിൽ കിടന്ന് എന്നെ കൃപ തോന്നി, അർഹതയില്ലാത്ത എന്നെ കൃപ തോന്നി, ദയ തോന്നി. എന്നെ ഇസ്രായേൽ രാജകസേരയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ എനിക്കും മറക്കാനൊക്കത്തില്ല. ഞാൻ അവനെ സർവ്വതും മറന്ന് ആരാധിക്കും. സർവ്വതും യേശുനാഥനായി ചേർന്ന് പാടാം. സമർപ്പണം സർവ്വതും സമർപ്പണം. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കും, എന്റെ ശക്തിയോ സർവ്വതും
യേശുനാഥനായി പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വലിയ ദൈവകൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. ദൈവകൃപയെല്ലാം ശക്തിപ്പെടണം. കൃപയിൽ ഞാനും നിങ്ങളും പെരുകി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനോട് ദൈവം പറയുന്ന മറുപടിയുണ്ട്, എന്റെ കൃപ നിനക്കും മതി. എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി അത്രേ. കൃപ മതിയേ, ദൈവകൃപ മതിയേ, കൃപയും സമാധാനവും മതിയെനിക്ക്. കൃപയേറും കർത്താവിലൻ വിശ്വാസം ചേർന്ന് അതിനാൽ ഹൃദയമല്ല ശ്വാസം സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? അടുത്ത വാക്യം എന്തുവാ? കൃപ കൃപ പ്രൈസ് ദി ലോർഡ് എന്ന് ആർപ്പോടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ശക്തിയാലേ മഹാപർവ്വതത്തെ ദൈവം നിന്റെ മേൽ പകർന്ന കൃപയാൽ അതിനെ സമഭൂമിയാക്കാൻ പോവുകയാണ്. കൃപ കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റുക. പ്രൈസ് ദി ലോർഡ്. ചില പർവ്വതം നിന്റെ മുമ്പിൽ നിന്ന് അടർന്നു വീഴാൻ പോവുകയാണ്. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ചില പർവ്വതങ്ങൾ നിന്റെ മുമ്പിൽ സമഭൂമിയാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിയോഗികൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ദാവീദ് നൽകുന്നത്. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം,
അവന്റെ ദൈവം ശക്തനാണ്. രണ്ടാമത്തെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? പുരുഷന്മാരെ മതി. ഹല്ലേലൂയ. ദാവീദ് മഹത്വത്തോടെ രാജാവായി ദൈവം തന്റെ മേൽ ശമൂവേൽ മുഖാന്തരം അഭിഷേകം തൈലം ഒഴിച്ച് ഇസ്രായേൽ രാജാവാക്കി ദൈവം ദാവീദിനെ കൊണ്ടുവന്നു. പക്ഷെ ദാവീദിന്റെ സിംഹാസനം മറിച്ചു കളയുവാൻ, തന്റെ മാനത്തെ നിന്ദയാക്കി മാറ്റുവാൻ, തന്റെ പ്രതാപത്തെ തകിടം മറിക്കുവാൻ, തന്റെ ശുശ്രൂഷകളെ ഇല്ലാതാക്കി കളയുവാൻ ഒരു കൂട്ടം ആളുകൾ പരിശ്രമിക്കുന്ന രംഗം. ഹല്ലേലൂയ. തിളങ്ങി ശോഭിച്ചു നിൽക്കുന്നവരെ മറിച്ചിടാൻ വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നതിനെതിരെ, ദേശത്തെ രാജ്യത്തെ വാഴുന്നതിലെ ദുഷ്ടശക്തികൾ എനിക്കെതിരെ എഴുന്നേറ്റിരിക്കാം. ദാവീദിനെതിരെ തന്റെ സ്വന്തം മകനായ അബ്ശാലോമും തന്റെ വിശ്വസ്ത മന്ത്രിയുമായ അഹീത്തോഫേലും ആമീൻ തന്നോടുകൂടി ഉണ്ടായിരുന്ന പലരും ദാവീദിനെതിരെ കൂറുമാറ്റം നടത്തി. ദാവീദിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തി. വ്യാജം ദാവീദിനെതിരെ പ്രചരിപ്പിച്ചു. ദാവീദിനെ സമൂഹം തെറ്റിദ്ധരിക്കത്തക്ക വിധം ദാവീദിനെതിരെ അവർ ഗൂഢാലോചനകൾ നടത്തി. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ നീചനായി മോശക്കാരനായി ചിത്രീകരിക്കുവാൻ വ്യാജം അവരന്വേഷിച്ചു. തന്റെ അധികാരം, കൊട്ടാരം അതെല്ലാം പിടിച്ചടക്കാൻ വേണ്ടി അവർ മായയുടെ പിന്നാലെ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ 2-ാം വാക്യത്തിൽ പറയുന്നത്, പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്ദയാക്കി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരത്തെ, മാന്യതയെ നിങ്ങൾ താഴെയിട്ട് ചവിട്ടി തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അടുത്തത്, നിങ്ങൾ മായയുടെ പിന്നാലെ, വ്യാജത്തെ ഇച്ഛിച്ച് മായയുടെ പിന്നാലെ യാത്ര ചെയ്തു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ കാണിക്കുന്ന വലിയ പോഷത്തരമാണ്, നിങ്ങൾ കാണിക്കുന്നത് വലിയ അബദ്ധമാണ്. ശക്തമായി ദാവീദ് മുന്നറിയിപ്പ് നൽകുകയാണ്, നടുങ്ങുവീൻ, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്. എനിക്കെതിരെ ലണ്ടനിൽ ഇരുന്നു കൊണ്ടൊരു ഒരാൾ ഒരിക്കൽ അക്രമം അഴിച്ചു വിട്ടു. അവന്റെ കുടുംബം പോലും അവന്റെ കൂടില്ലാതായി. ഹല്ലേലൂയ. എന്റെ സുവിശേഷ പ്രവർത്തനത്തിനെതിരെ, എന്റെ ശുശ്രൂഷയ്ക്കെതിരെ വിരൽ ചൂണ്ടിയ എതിർത്ത് നിന്ന ശക്തികൾ പലതും ഇന്ന് ഭൂമിക്ക് മുകളിലില്ലെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങൾ ദൈവത്തോടും ദൈവം തെരഞ്ഞെടുത്തവരോടുമാണ് വെല്ലുവിളിക്കുന്നതെന്ന് ദാവീദ് വിളിച്ചു പറയുകയാണ്. സൂര്യൻ അസ്തമിക്കും മുമ്പേ നിങ്ങളുടെ കോപം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിനുള്ളവരല്ല. അതുകൊണ്ട് ലോകം നമ്മെ പകച്ചെന്നിരിക്കാം. ഭയപ്പെടേണ്ട, അവർ യേശുവിനെയും പകച്ച ലോകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെതിരെ ആമീൻ തന്ത്രങ്ങൾ മെനഞ്ഞ അഹീത്തോഫേലിന്റെ ആലോചനയെ ദാവീദിന്റെ പ്രാർത്ഥനയാൽ ദൈവം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ദാവീദിനെതിരെ ഗൂഢാലോചന ഒരുക്കിയ അബ്ശാലോം കരിവേലകത്തിന്റെ കൊമ്പിൽ കുരുങ്ങി വീണു. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ആരെല്ലാം എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും, തന്ത്രങ്ങൾ നിനക്കെതിരെ മെനഞ്ഞാലും, നിനക്കെതിരെ ഗൂഢാലോചനകൾ ഒരുക്കിയാലും, ദൈവം വിളിച്ചു വേർതിരിച്ച നിന്നെ കുറിച്ചു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
ഹല്ലേലൂയ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. 135:4 വായിച്ച്. 135 സങ്കീർത്തനം 4. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. വേറൊരാള് മാലാഖി 3:17. 135:4. ആ, യഹോവ യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിനെ നിക്ഷേപമായും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. മാലാഖി 3:17. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബിനെ കുറിച്ച് ആളുകൾ അതും ഇതൊക്കെ പറയുന്നുണ്ടെന്നേ. അവൻ അപ്പനെ കളിപ്പിച്ചു, അമ്മായിപ്പനെ കളിപ്പിച്ചു, അവൻ തട്ടിപ്പുകാരനാണ്, ചേട്ടനെ കളിപ്പിച്ചു എന്നൊക്കെ യാക്കോബിനെ കുറിച്ച് നാട്ടുകാരും ദേശക്കാരും പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയാമോ? ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദേഷിച്ചു. ദൈവത്തിന്റെ മുൻനിർണയത്തിൽ യാക്കോബ് തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ലോകം നിനക്കെതിരെ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വിലയും നീ കൽപ്പിക്കണ്ട. ദൈവം പറയുന്നത് നീ കേട്ടാൽ മതി. അതുകൊണ്ടാണ് ആ വാക്ക് നീ കാര്യമാക്കേണ്ടത് യേശു പറയുന്നത്. ലോകത്തിന്റെ വാക്കുകളെ നീ കാര്യമാക്കണ്ട. മെഡിക്കൽ സയൻസ് പറയുന്നത് നീ വിശ്വസിക്കേണ്ടതാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ദൈവത്തിന്റെ ശബ്ദത്തിൽ നീ വിശ്വസിച്ചാൽ മതി. ലോകം നിനക്കെതിരെ പറയുന്ന വിധിയെഴുത്തുകളെ നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ ദൈവം പറയുന്നത് അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ. വായിച്ചേ, ഞാൻ വേഗത്തിൽ, സമയമില്ല. മാലാഖി 3:17, ഗലാത്യർ 1:15, യിരെമ്യാ 1:4-5 വാക്യങ്ങൾ. മാലാഖി 3:17. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം അവർ എനിക്കൊരു നിക്ഷേപം ആയിരിക്കും. ഇത് സൈന്യങ്ങളുടെ യഹോവയാണ് വിളിച്ചത്. ഗലാത്യർ 1:15 പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു. ദൈവം പൗലോസിനെയും. യിരെമ്യാ 1:4-5. ആമീൻ, സ്തോത്രം. അല്ലല്ലോ, അവിടെയെല്ലാം യിരെമ്യാവിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ മുൻഗണനപ്രകാരം പൗലോസിനെയും ആമീൻ യിരെമ്യാവിനെയൊക്കെ തെരഞ്ഞെടുത്തത് നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ വിവരിച്ചു പോകുന്നതിന് സമയമില്ലല്ലോ. ദൈവം നാസീർ ഉദസ്ഥനായി ആമീൻ ചിലരെ തെരഞ്ഞെടുക്കുന്നത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഇല്ല. നാസീർ അതിലൊരാളായിരുന്നു. ആരെ? ശിംശോൻ നാസീർ ഉദസ്ഥനായിരുന്നു. അവന്റെ രഹസ്യം അവന്റെ മുടിയിലായിരുന്നു. ദൈവത്തിനായി എക്കാലത്തും വേർതിരിക്കപ്പെട്ടവരുണ്ട്. നീ സാധാരണക്കാരിയല്ല, നീ സാധാരണക്കാരനല്ല. ദൈവത്തിന് വേണ്ടി സ്പെഷ്യൽ വേർതിരിക്കപ്പെട്ടയാളാ. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ ഒരു സ്പെഷ്യലാ. 1000 പേരുണ്ടെങ്കിൽ അവരിൽ നീ ഒരു സ്പെഷ്യലാ. 10,000 പേരുണ്ടെങ്കിൽ നീ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു സ്പെഷ്യലാ നീ. കാരണം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് മോശ വിളിച്ചു പറയുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അപ്പോൾ ശപിക്കപ്പെട്ട ലേവി ഗോത്രം കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി. അവരെ എന്ത് ദൈവം കൊടുത്തു? അവർക്ക് എന്ത് കൊടുത്തു? പൗരോഹിത്യം ദൈവം കൊടുക്കുന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വിവരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. എന്റെ വാക്കുകൾ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. 5-ാം വാക്യം. എങ്ങനെ? നീതി യാഗങ്ങളെ അർപ്പിപ്പി എന്ന് വായിച്ച്. എങ്ങനെയുള്ള യാഗമാണ് നാം സമർപ്പിക്കേണ്ടത്? നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. നീതിയോടുകൂടി ഉള്ള യാഗങ്ങളെ, സ്തോത്രങ്ങളെ നാം ദൈവസന്നിധിയിൽ അർപ്പിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ സ്തുതികളിന്മേൽ ഇറങ്ങി വസിക്കുന്ന ദൈവമാണ്.
പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി ആരാധിച്ചു സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ദൈവ സാന്നിധ്യം കാരാഗൃഹത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ ചെങ്ങലകൾ തന്നെ അഴിഞ്ഞു. അന്ധകാരത്തിന്റെ ചെങ്ങലകൾ നീ ആരാധിക്കുന്ന സമയത്ത് അഴിഞ്ഞു മാറാൻ പോകുക. അടഞ്ഞ സകല വാതിലുകളും തുറക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി ചെറുപണം. ആമേൻ. അപ്പോസ്തലർ രാത്രികാലം നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. അടുത്ത വാക്യം, 6-ാം വാക്യത്തിൽ നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് പറയുക, ഇനി അവക്ക് ഇനി എന്ത് നന്മ ഉണ്ടാകാൻ, ആര് നന്മ കാണിക്കാനാ? അയ്യോ, ഇവൻ പോയി, ഇവൻ തീർന്നു, ഇവന്റെ ശുശ്രൂഷ തീർന്നു, ഇവൻ അസ്തമിച്ചു, ഇനി ഇവൻ എഴുന്നേൽക്കത്തില്ല, ഇവൻ ആരും നന്മ ആമേൻ കാണാൻ ഇവൻ അവസരം ഉണ്ടാകത്തില്ല എന്നാണ് നിന്നെ നോക്കി ശത്രു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനല്ലേ ഇവിടെ വായിക്കുന്നത്? നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. നന്മ ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ഭയമില്ല. അവന് നന്മ ഒരുക്കാൻ കഴിവുള്ളവരെയാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ശത്രു എനിക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ ദൈവമേ. സങ്കീർത്തനം 25:33 പെട്ടെന്ന് എടുത്തോ. 25:14, 33:18, 25:33, 25:14, 33:18. ഹല്ലേലൂയ, ആമീൻ. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നീതി സൂര്യനായ ക്രിസ്തുവിന്റെ കിരണങ്ങൾ രോഗോപശാന്തിയോട് നിന്റെ മേൽ അടിക്കുമ്പോൾ ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന രോഗാത്മാവ് നിന്നെ വിട്ടുപോകും. നിന്റെ മുഖപ്രകാശം വായിച്ചേ. സങ്കീർത്തനം 25:33, 25:33, 25:14, സോറി 25:14. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. കണ്ടോ, കർത്താവിന്റെ സാന്നിധ്യം, സഹിതം. 33:18 എന്തുവാ? 18 വായിച്ചേ. അപ്പം ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. കണ്ടോ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. അപ്പോൾ അതോടുകൂടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. ദൈവം തന്നെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കും? നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിന്റെ മേൽ ഉദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടും. നിന്റെ മേലോ യഹോവ ഉദിക്കും. നിന്റെ മേൽ യഹോവ ഉദിക്കാൻ പോവുകയാണ്. അതിന്റെ 4-7 വായിച്ചു നിർത്താൻ പോവുകയാണ്. ആത്യന്തികമായ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. കർഷകന് തന്റെ കാർഷിക വിള
ആമീൻ 100 വേലി വിളയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ സന്തോഷമാണ്, ലോകം തരാത്ത സന്തോഷമാണ്. ലോകം തരാത്ത സന്തോഷമാ എനിക്കാനന്ദമേ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ, മുझे करना ആരാധന करना എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. എനിക്ക് ഹിന്ദി ഒന്നും അറിയാത്തതുകൊണ്ട് അങ്ങ് പറയുക. ലോകം തരാത്ത സന്തോഷം, ലോകം തരാത്ത സമാധാനം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ അധികം സന്തോഷം നീ എന്നെ എവിടെ തന്നിരിക്കുന്നു? ഹൃദയത്തിൽ തന്നിരിക്കുന്നു. എന്റെ ഹൃദയങ്ങൾക്കകത്ത് തന്നിരിക്കുന്നു. ദൈവരാജ്യം എന്റെ അകത്ത് വന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുമായി എന്റെ അകത്ത് വന്നിരിക്കുന്നു. എനിക്ക് വീടില്ലെങ്കിലും, എനിക്ക് അല്ലെങ്കിൽ തോട്ടങ്ങളില്ലെങ്കിലും, ആമീൻ, ലോകത്തിന്റെ ഒന്നും എന്റെ സമ്പാദ്യങ്ങളില്ലെങ്കിലും യേശു എന്റെ ഉള്ളത്തിൽ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അതെന്തൊരു സന്തോഷമാ. ആ ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി കുടുംബവും യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വീടടങ്കം ആനന്ദിച്ചു എന്നാണ്. വീടടങ്കം ആനന്ദിച്ചു. നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സദൃശവാക്യം 3:24, ലേവ്യർ 26:6. സദൃശവാക്യം 3:24, ലേവ്യർ 26:6 വായിച്ചു നിർത്താൻ പോവുകയാണ്. ആമീൻ. ദൈവികമായ സമാധാനം, സ്വർഗീയമായ സമാധാനം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ എന്നോ ഭയം കൂടാതെ നിർഭയമായി വസിക്കുന്നു. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. 26, ലേവ്യ 26:6. ലേവ്യ 26:6. നീ കിടക്കുമ്പോൾ നിനക്ക് ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ലേവ്യ പുസ്തകം 26:6. പടയാളികളുടെ നടുവിൽ 10:16 പടയാളികളുടെ നടുവിൽ ഇവിടെ ആമീൻ ഹല്ലേലൂയ പത്രോസ് ധൈര്യത്തോടെ ഉറങ്ങുകയാണ്. സിംഹക്കൂട്ടിൽ ഭയരഹിതനായി ദാനിയേൽ ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് എടുത്തു പോയിട്ടുള്ളത്, ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഓ ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിബന്ധങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ല ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ അധിക സന്തോഷം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു. നമുക്ക് ഈ യേശുവിനെ ആരാധിക്കാം. ഈ യേശുവിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാം. അവിടുത്തെ സാന്നിധ്യത്തിനായി നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവം